ഗോഡ് നെവർ ഫോർഗെറ്റ്സ് സ്റ്റെഡ്ഫാസ്റ്റ് ഒബീഡിയൻസ്. സ്ഥിരതയോടെ ദൈവത്തെ അനുസരിക്കുന്ന ആരെയും ദൈവം മറന്നു കളയുകയില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞു. ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുകയാണ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ കാണുമ്പോൾ നമ്മുടെ മുന്നിലൊന്നും കാണുന്നില്ലെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നമ്മൾ കാണാത്ത ഒത്തിരി നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. കർത്താവ് നിങ്ങളെ കൂടുതലായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ഒരു കോ സ്പോൺസർ ഹരിയാനയിൽ നിന്ന് സാലി റോയ് ആണ്. താങ്ക് യു സിസ്റ്റർ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. മകൾ ലിയായ്ക്ക് ജോലി ലഭിച്ചതിന് നന്ദി സൂചകമായിട്ടാണ് ഇത് സമർപ്പിച്ചിരിക്കുന്നത്. കൺഗ്രാജുലേഷൻസ് ലിയ. കർത്താവെ, ഞങ്ങൾ ലിയായുടെ കുടുംബജീവിതത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനീഷിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഇളയ മകൾക്ക് ഗവൺമെൻറ് ജോലി ലഭിക്കുവാൻ സ്വർഗത്തിലെ കർത്താവെ അനുഗ്രഹങ്ങളും നന്മകളും പകരണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് ധാരാളമായിട്ട് ഓരോ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ നമ്മുടെ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗുകൾ ഈ ആഴ്ച നടക്കുന്നത്, ഒന്ന് നമുക്ക് ദ ഗ്യാതറിംഗ് എന്ന് പറയുന്ന മീറ്റിംഗ് ബാംഗ്ലൂരിൽ വെച്ച് നടക്കുകയാണ്. ഈ മാസം 28-ാം തീയതി ഇരിക്കുന്ന വെള്ളിയാഴ്ചയാണ് ആ നടക്കുന്ന മീറ്റിംഗ്. അതിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ തന്നെ ഞായറാഴ്ച പാസ്റ്റർ ഡാമിൻ ആൻ്റണി കോഴിക്കോടുണ്ട്. കോഴിക്കോടുകാർക്കും അതിന് ചുറ്റുമുള്ള ജില്ലകളിലുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു സന്തോഷ വാർത്ത, ഞായറാഴ്ച അവിടേക്ക് എത്തിച്ചേരുക. പ്രത്യേകിച്ച് നിങ്ങളുടെ ഫാമിലിയിൽ മദ്യപാനികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചെന്ന് പ്രാർത്ഥിക്കണം. അതുകൂടാതെ അങ്ങനെയുള്ള ആളുകളെ കൂട്ടി വരുത്തണം. ഒരു വലിയ വിടുതൽ കർത്താവ് ഈ ദിവസങ്ങളിൽ ചെയ്യുവാനായിട്ട് പോവുകയാണ്. എയ്മാൻ, എയ്മാൻ. അതോടൊപ്പം തന്നെ നമുക്ക് സെപ്റ്റംബർ 4, 5, 13 വയസ്സ് മുതൽ 30 വയസ്സ് വരെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ മീറ്റിംഗ് നടക്കുകയാണ്. ഒരു ക്യാമ്പ് നടക്കുകയാണ്. രജിസ്റ്റർ ചെയ്യുക നിങ്ങളുടെ കുഞ്ഞുങ്ങളെ. ഈ ഞായറാഴ്ച രജിസ്ട്രേഷൻ അവസാനിക്കും. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കിടക്കാം. വെൽക്കം ബാക്ക്. ഇന്ന് ഓഗസ്റ്റ് 26 ബുധനാഴ്ച. അവിടെ അങ്ങനെ തന്നെ അല്ലേ? ലൈവായി കാണുന്നവരോടാണ് ചോദിക്കുന്നത്. ഇന്നത്തെ ഫോക്കസ് വേർഡ് പെർസിവിയറൻസ് ഇൻ പ്രോസസ്, അഥവാ പ്രക്രിയയിലെ സഹിഷ്ണുത. എല്ലാവരും ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഒന്ന് ടൈപ്പ് ചെയ്യണം ഇവിടെ കമൻറ്റ് സെക്ഷനിൽ. അത് നിങ്ങളുടെ അറ്റൻഡൻസാണ്. ഇപ്പോൾ ലൈവായി കാണുന്നവരും ഇതിനുശേഷം റീപ്ലേ കാണുന്നവരും. പെർസിവിയറൻസ് ഇൻ പ്രോസസ്, പ്രക്രിയയിലെ സഹിഷ്ണുത. വിശദീകരിക്കാം. ടെക്നിക്കൽ ടേംസ് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും മനസ്സിലാക്കാൻ. ഇന്ന് വായിക്കുന്നത് ഹീബ്രൂസ് 10:36, എബ്രായ ലേഖനം 10:36. You need to persevere so that when you have done the will of God, you will receive what He has promised. മലയാളത്തിൽ എബ്രായ ലേഖനം 10:36. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കുവാൻ നിങ്ങൾക്ക് സഹിഷ്ണുത ആവശ്യം. ഒന്നുകൂടി വായിക്കാം, എല്ലാവരും ചേർന്ന് വായിക്കാം. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കുവാൻ നിങ്ങൾക്ക് സഹിഷ്ണുത ആവശ്യം. ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഈ വചനം ഇന്നത്തെ ഫോക്കസ് വേഴ്സ് നിങ്ങളുടെ മൊബൈൽ ആപ്പിൽ നിന്നും ബൈബിൾ ആപ്പിൽ നിന്നും കോപ്പി ചെയ്ത് കമൻറ്റ് സെക്ഷനിലേക്ക് ഇടുക. ബൈ ദ വേ, നമ്മുടെ ഈ മോർണിംഗ് ഗ്ലോറി ഇന്ന് വിവിധ പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാണ്. ഫേസ്ബുക്ക്, യൂട്യൂബ്, പിന്നെ സ്പോട്ടിഫൈ തുടങ്ങി ആപ്പിൾ പോഡ്കാസ്റ്റ്, ഗൂഗിൾ പോഡ്കാസ്റ്റ് തുടങ്ങിയ ഓഡിയോ പ്ലാറ്റ്ഫോമുകളിലെല്ലാം ഇത് ലഭ്യമാണ്. ഇത് കൂടാതെ ഇതിൻ്റെ ബ്ലോഗുകൾ ഒക്കെ നമ്മുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ് ഇംഗ്ലീഷിൽ. ഇത് കൂടാതെ നിങ്ങൾക്ക് ഇതിൻ്റെ തന്നെ ഇംഗ്ലീഷ് ടൈറ്റിൽസ് ഇട്ട് ഇത് വാച്ച് ചെയ്താൽ ഒരുപക്ഷെ മലയാളം കൃത്യമായി മനസ്സിലാക്കാത്ത ആളുകൾക്ക്, അതിൻ്റെ ഇത് സ്ക്രിപ്റ്റൊന്നും മനസ്സിലാകാത്ത ആളുകൾക്ക് ഇതിൻ്റെ ലാംഗ്വേജ് ചൂസ് ചെയ്യാനുള്ള കാര്യങ്ങൾ യൂട്യൂബിൽ തന്നെ ഉണ്ട്. അതൊന്ന് എക്സ്പ്ലോർ ചെയ്യുക. ഓൾറൈറ്റ്. ഇന്നത്തെ ഡെക്ലറേഷൻ, ഐ റെഫ്യൂസ് ടു ക്വിറ്റ്. ഞാൻ മടുത്ത് ഇട്ടിട്ട് പോകുകയില്ല. പെർസിവിയറൻസ് പെർഫെക്റ്റ്സ് മൈ ക്യാരക്ടർ, റിവീൽസ് ഗോഡ്സ് ഫെയ്ത്ത്ഫുൾനെസ്. എൻ്റെ സ്ഥിരോത്സാഹം അഥവാ എൻ്റെ സഹിഷ്ണുത എൻ്റെ സ്വഭാവത്തെ പൂർണ്ണതയിലേക്ക് കൊണ്ടുപോകുന്നു. മാത്രമല്ല ദൈവത്തിൻ്റെ വിശ്വസ്തതയെ തെളിയിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ ബൈബിൾ റീഡിംഗ് പ്ലാൻ ഇന്നത്തെ പേജിൽ നോക്കി വായിച്ച് ടിക്ക് ചെയ്തിട്ടേ ഉറങ്ങാവൂ. ഓൾറൈറ്റ്. പെർസിവിയറൻസ് ഇൻ പ്രോസസ്. നാം ജീവിതത്തിൽ മുന്നോട്ട് പോകുന്ന ചില പ്രക്രിയകളുണ്ട്. എങ്ങനെ എൻ്റെ കൃത്യം മലയാളം എനിക്ക് പറയാൻ കിട്ടുന്നില്ല. നമ്മൾ പോകുന്ന ചില പ്രത്യേക സാഹചര്യങ്ങൾ, കഠിനതകൾ, കഷ്ടതകൾ,
പരിശോധനകൾ, പരീക്ഷണങ്ങൾ, അങ്ങനെയുള്ള പലതിലൂടെയും നമ്മൾ പോകുമ്പോൾ അതിൽ നമ്മൾ സഹിഷ്ണുത കാണിക്കണം, സ്ഥിരോത്സാഹം കാണിക്കണം, ഇട്ടിട്ട് പോകരുത്, നിർത്തിക്കളയരുത്. അതിനെക്കുറിച്ച് 4 കാര്യങ്ങൾ പറയുന്നു. നമ്പർ 1 എഴുതുക. ഗോഡ് വർക്ക്സ് ത്രൂ പ്രോസസ്സസ്, നോട്ട് ജസ്റ്റ് മിറക്കിൾസ്. God works through processes, not just miracles. ദൈവം പ്രക്രിയകളിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. എനിക്ക് ആഗ്രഹമുണ്ട്. അത്ഭുതങ്ങൾ. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യുന്നവനാണ്. ഒരു തരത്തിൽ ചെയ്യുന്നതെല്ലാം അത്ഭുതങ്ങളാണ്. നാച്ചുറലായി നമ്മൾ ചുറ്റിനും കാണുന്നത് പോലും ആക്ച്വലി ഒരു അത്ഭുതമല്ലേ? ഒരു ചെറിയൊരു പുല്ലിൻ്റെ ഒരു ബ്ലേഡ് ഓഫ് ഗ്രാസ് അത് എടുത്തിട്ട് അതൊന്ന് നോക്കിയാൽ പോലും ഓ മൈ ഗോഡ്, അതിനകത്തുള്ള ക്ലോറോഫില്ലും അതിനകത്തുള്ള ഓരോ കാര്യങ്ങളും അതിനകത്ത് ഭക്ഷണം കുക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ബയോളജിയിലൊന്ന് നോക്കിയാൽ ഓ മൈ ഗോഡ്, ഒരു കൊച്ചു ലീഫ്, ഒരു ഇല പോലും നമ്മുടെ ദൃഷ്ടിയിൽ ശാസ്ത്രത്തിനും ഒക്കെ ഒരു അത്ഭുതമല്ലേ? ആ ദൈവം എല്ലായ്പ്പോഴും അത്ഭുതങ്ങൾ മാത്രമല്ല ചെയ്യുന്നത്. നമ്മെ കർത്താവ് ചിലപ്പോൾ ചില പ്രത്യേകമായ കാഠിന്യമുള്ളതെന്ന് തോന്നുന്ന സാഹചര്യങ്ങളിലൂടെ കൊണ്ടുപോകാം. കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഇത് കേട്ടിട്ട് ആർക്കും ഹാർട്ടിനൊന്നും പ്രോബ്ലം ഇല്ലല്ലോ അല്ലേ? ദൈവം ചില സാഹചര്യങ്ങൾ നമ്മളെ അങ്ങനെ കൊണ്ടുപോകും. സോ വി ഓഫ്റ്റൻ സെലിബ്രേറ്റ് ദ മിറക്കിൾ ബട്ട് ഓവർലുക്ക് ദ പ്രോസസ് ദാറ്റ് പ്രീസീഡഡ് ഇറ്റ്. പലപ്പോഴും അത്ഭുതങ്ങളെ നമ്മൾ കൊട്ടിഘോഷിക്കും, നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും, നമ്മൾ പാട്ട് പാടും, കൈയടിക്കും, നൃത്തം ചവിട്ടും, സാക്ഷ്യം പറയും, ചിലരൊക്കെ എപ്പിസോഡ് സ്പോൺസർ ചെയ്യും. ഇതൊക്കെ നടക്കുമെങ്കിലും പലപ്പോഴും അതിന് മുമ്പിലുള്ള ഒരു പ്രക്രിയയുണ്ട്. ഈ അത്ഭുതം നടക്കുന്നതിന് മുൻപ് നമ്മൾ കടന്നു പോകുന്നൊരു വലിയ പെയിൻഫുൾ സിറ്റുവേഷൻ കാണാം. അത് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു. ജോസഫ് endured years before becoming governor. ഒരു ഗവർണറായി ഈജിപ്തിൽ മാറുന്നതിന് മുമ്പ് ജോസഫ് അനേക വർഷങ്ങളാണ് താൻ സഹനങ്ങളിലൂടെ പോയത്. ഞാനിത് കേൾക്കുന്ന സഹോദരന്മാരോട് പറയാം, ജീവിതത്തിൽ ഒത്തിരി സഹനങ്ങളിലൂടെ, കഷ്ടതകളിലൂടെ. ഇതെന്ന് അവസാനിക്കും? ഒരു തുരങ്കത്തിൻ്റെ അനുഭവം, ടണൽ എക്സ്പീരിയൻസ്, ഞെരുക്കം, എല്ലാവരാലും കുറ്റപ്പെടുത്തപ്പെടുന്ന അവസ്ഥകളിലൂടെ, കണ്ണുനീരിൻ്റെ താഴ്വരയിലൂടെ, മരണത്തെ സ്മെല്ല് ചെയ്യുന്ന മരണ നിഴലിൻ്റെ താഴ്വരയിലൂടെ ഒക്കെ പോകുന്ന അവസ്ഥയിലാണോ ഇന്ന് നിങ്ങൾ? ഞാനാ പറയുന്നത് ദാറ്റ് ഈസ് ടെമ്പററി. അത് താൽക്കാലികമാണ്. ഇതിന് നിലനിൽപ്പില്ല. കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് മാറിപ്പോകും. എന്നാൽ ആ പ്രോസസ്സ്, ആ പ്രക്രിയയിൽ കർത്താവ് ചിലതൊക്കെ ചെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നു. ഡേവിഡ് സ്പെൻഡ് ഇയേഴ്സ് ഇൻ ദ വിൽഡർനെസ് ബിഫോർ വെയറിങ് ദ ക്രൗൺ. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞ പോലെ ദാവീദ് തലയിൽ കിരീടം വരുന്നതിന് മുൻപ് എത്രയോ നാളുകൾ മരുഭൂമിയിലായിരുന്നു, വെള്ളമില്ലാത്ത സ്ഥലത്ത്, പാറക്കൂട്ടങ്ങളിൽ, കാട്ടിൽ, വയലിൽ. ജീസസ് spent 30 years in preparation before 3 years of public ministry. 3 വർഷത്തെ പൊതുശുശ്രൂഷയ്ക്ക് മുമ്പ് 30 വർഷം കർത്താവ് ഒരു വലിയ ഒരുക്കത്തിലായിരുന്നു. അതത്ര നല്ല ഇതൊന്നും ആയിരുന്നില്ല. കാരണം മരപ്പണി ചെയ്തും സാധാരണ മനുഷ്യരുടെ ഇടയിൽ, പാപികളുടെ ഇടയിൽ പാപം ചെയ്യാതെ 30 വർഷം കാത്തിരിക്കുകയാണ്. അത് അത്ര എളുപ്പമാണെന്ന് ചിന്തിക്കരുത്. അന്ന് വലിയ ശുശ്രൂഷയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വലിയ ഒരു സുഖകരമായൊരു 30 വർഷമല്ലേ? നോ, ഇങ്ങനെ ഓർത്താൽ മതി. നിങ്ങൾ പുകവലി നിങ്ങൾക്ക് ഇഷ്ടമല്ലെന്നിരിക്കട്ടെ. പുകവലിയേ ഇഷ്ടമല്ല. പുകവലി ഇഷ്ടമല്ലെന്ന് മാത്രമല്ല, അടുത്തു നിന്ന് ഒരാൾ പുക വലിച്ചാൽ പോലും നിങ്ങൾക്ക് ശ്വാസം മുട്ടുകയും ചുമക്കുകയും ചെയ്യുന്നൊരു ക്യാരക്ടറാണെന്നിരിക്കട്ടെ. ആ സമയത്താണ് പുകവലിക്കുന്നൊരു കമ്പാർട്ട്മെൻറ്റിൽ, പുകവലിക്കുന്ന ആളിരിക്കുന്നൊരു മുറിയിൽ നിങ്ങൾ ചെന്നപ്പെടും. എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? അത് തന്നെ സഫക്കേറ്റിംഗ് ആണ്. ശ്വാസം മുട്ടുന്ന പോലെ കണ്ണരിയുന്നു, എന്തൊക്കെയോ ചുമയ്ക്കുന്നു, നിങ്ങൾ ആകെപ്പാടെ കഷ്ടപ്പെടും. അതുപോലും നമുക്ക് സഹിക്കാൻ പറ്റുകയില്ലെങ്കിൽ
സ്വർഗത്തിൽ പരിശുദ്ധൻ 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 എന്ന ദൂതന്മാർ എല്ലായ്പ്പോഴും ആർത്തിരമ്പി ആരാധിച്ചുകൊണ്ടിരുന്ന മഹാപരിശുദ്ധനായ ദൈവം പാപികളുടെ ഇടയിൽ 30 വർഷം, അതിനുശേഷം 33 വർഷം ജീവിക്കുക എന്ന് പറയുന്നത് ചുമ്മാ ഇരിക്കുന്നത് പോലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഗോഡ് ഈസ് നെവർ ഇൻ എ ഹറി because he is preparing people as much as fulfilling promises. വാഗ്ദത്തങ്ങൾ നിറവേറുന്നത് പോലെ തന്നെ വാഗ്ദത്ത നിവർത്തിക്കായി ജനങ്ങളെ ഒരുക്കുവാനുള്ള, വാഗ്ദത്തം ലഭിച്ചവരെ ഒരുക്കിയെടുക്കുവാനുള്ളൊരു ചുമതല കൂടെ കർത്താവിനുണ്ട്. അതുകൊണ്ട് സഭാപ്രസംഗം 3:1 പറയുന്നത് there is a time for everything. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ഈ വചനങ്ങളൊക്കെ ഒന്ന് കോപ്പി ചെയ്ത് ഒന്നതിലേക്കിട്ടെ. എക്ലീസിയാസ്റ്റസ് 3:1 സഭാപ്രസംഗം 3:1, 105-ാം സങ്കീർത്തനത്തിൻ്റെ 19-ാമത്തെ വചനം, സാം 105 വേഴ്സ് നമ്പർ 19. അതിൽ പറയുന്നത് until what he foretold came to pass, the word of the Lord tested him. കർത്താവ് അരുളി ചെയ്തത്, മുൻകൂട്ടി പറഞ്ഞത് നിറവേറുന്നത് വരെ ദൈവവചനം അവനെ പരിശോധിച്ചു കൊണ്ടിരുന്നു. ഇത് ജോസഫിൻ്റെ കാര്യമാണെന്നാണ് എൻ്റെ ഓർമ്മ. സ്വപ്നങ്ങൾ നിറവേറുന്നത് വരെ ദൈവവചനം അവനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. ഓ മൈ ഗോഡ്. മർക്കോസ് 4:28 all by itself the soil produces grain, first the stack, then the head, then the full kernel. അവിടെ ഒരു വിത്ത് മുളച്ച് വരുന്നതിനെക്കുറിച്ച് കർത്താവ് വളരെ പിക്ചറൈസ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്, ഈ വിത്ത് വിതച്ച് കഴിഞ്ഞാൽ അതിനെ കാണുന്നില്ല, പക്ഷെ കുറേ കഴിയുമ്പോൾ അത് ചത്ത ശേഷം ആ മണ്ണിൽ നിന്ന് തന്നെ ആ ഗ്രെയിൻ, ആ ധാന്യമണി, ആദ്യം വരുന്നൊരു സാധനം ഉണ്ടല്ലോ, ഒരു കതിര് പോലെ ഒരു ഇത്, അതിനുശേഷം അതിൻ്റെ നാമ്പ് വരുന്നു, അതിനുശേഷം എൻ്റെ ഫുൾ കേർണൽ പുറത്തേക്ക് വരുന്നു, വിളവുണ്ടാകും. സോ ഇതുപോലെ അതൊരു പ്രോസസ്സാണ്. അതല്ലാതെ ഒറ്റയടിക്ക് അഹരോൻ്റെ വടി തളർത്തതുപോലെ എല്ലാം തളർക്കാറില്ല. ദൈവം വെച്ചിട്ടുള്ളൊരു ബയോളജിക്കൽ പ്രോസസ്സുണ്ട്, ഒരു വിത്ത് മുളച്ച് റെഡിയായി വരാൻ. ഇതുപോലെ നമ്മുടെ ലൈഫിലും ഒരു പ്രോസസ്സിലൂടെ നമ്മൾ പോകേണ്ടതാകുന്നു. ഗോഡ്സ് പ്രോസസ്സസ് പ്രിപ്പയർ us ഫോർ ഹിസ് പർപ്പസസ്. ദൈവത്തിൻ്റെ ഉദ്ദേശ്യങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ പ്രക്രിയ. ഇപ്പോൾ ദൈവത്തിന് നമ്മൾ ഓരോരുത്തരെയും കുറിച്ചൊരു ഉദ്ദേശമുണ്ട്, ഇന്ന രീതിയിൽ ആക്കി എടുക്കണം പ്രയോജനപ്പെടാൻ. അതിലെത്തുന്നത് വരെ പ്രോസസ്സിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കും. നമ്പർ 2, പെർസിവറൻസ് കീപ്സ് us മൂവിങ് വെൻ ഫീലിങ്സ് ചേഞ്ച്. നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ മൂഡുകളൊക്കെ മാറിക്കൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ സഹിഷ്ണുത നമ്മെ മുന്നോട്ട് നടത്തിക്കൊണ്ടിരിക്കും. ചില സമയത്ത് നമുക്ക് തന്നെ മടുപ്പൊക്കെ വരും. എത്ര നാളായി സഹിക്കുന്നത്, പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടി ഇല്ലല്ലോ. എങ്ങനെയെങ്കിലും ഒന്ന് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയിട്ട് ഒരു സാക്ഷ്യം പറയണം, ഒത്തിരി പേരോട് പറയണം, ഒരു പ്രാർത്ഥന വെക്കണം, ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ട് കുറേ നാളായി. പക്ഷെ ഒന്നും നടക്കുന്നില്ല, നീണ്ട് പോവുകയാണ്. അപ്പോൾ ചില സമയത്ത് നമ്മുടെ മൂഡ് മാറും. പക്ഷേ പെർസിവിയറൻസ് എന്നൊരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ, അഥവാ സഹിഷ്ണുതയുണ്ടെങ്കിൽ, എന്ത് വന്നാലും ഞാൻ പിന്നോട്ടില്ല. എല്ലാവരും ഒന്ന് പറഞ്ഞേ, എന്ത് വന്നാലും ഞാൻ പിന്നോട്ടില്ല. അതൊന്ന് ടൈപ്പ് ചെയ്തിട്ടേ, കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിടുക. എന്ത് വന്നാലും ഞാൻ പിന്നോട്ടില്ല. ഞാൻ സാധാരണ എപ്പോഴും പറയുന്നൊരു കാര്യം നിങ്ങളോട് വീണ്ടും പറയാം, മടുത്താൽ കുഴപ്പമൊന്നുമില്ല. ഒരു വിശ്വാസിക്ക് റിവേഴ്സ് ഗിയർ ഇല്ല. നമ്മുടെ കാറുകൾക്കും വാനുകൾക്കും ബസ്സുകൾക്കും ട്രക്കുകൾക്കും എല്ലാം റിവേഴ്സ് ഗിയറുണ്ട്. പക്ഷേ വിശ്വാസിക്ക് റിവേഴ്സ് ഗിയർ ഇല്ല. പിന്നോട്ടെടുക്കുന്ന പരിപാടിയില്ല. വണ്ടി പിന്നോട്ടെടുക്കുന്ന പരിപാടിയില്ല. എത്ര സഹിച്ചാലും എത്ര കഷ്ടപ്പെട്ടാലും ശരി, മുന്നോട്ട് തന്നെ. ഇതാണ് ഒരു വിശ്വാസി. പൗലോസ് പറയുന്നത്, ഞാൻ മുന്നിലേക്ക് ആഞ്ഞോടുന്നു. പിന്നിലേക്ക് പിടിക്കുന്ന പലതും ഉണ്ട്, പക്ഷെ പിന്നിലുള്ളത് മറന്ന് ഓടുകയാണ്. enthusiasm begins many journeys, perseverance finishes them. പല യാത്രകളും തുടങ്ങുന്നത് ആവേശത്തിലാണ്, പക്ഷേ സഹിഷ്ണുതയാണ് ഈ യാത്ര കൊണ്ടുപോയി അവസാനിപ്പിക്കുവാൻ നമ്മെ സഹായിക്കുന്നത്. ശ്രദ്ധിച്ചായിരുന്നോ? ഈ ആരംഭശൂരത്വം എന്ന് പറയുന്നൊരു സാധനം ഒത്തിരി പേർക്കുണ്ട്.
വലിയ ഉത്സാഹത്തോടുകൂടെ പലതും ആരംഭിക്കുക. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ ആരംഭിച്ചത് പോലും മറന്ന് എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. പെട്ടെന്ന് പല പരിപാടികളും തുടങ്ങുമെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ വെടി തീർന്ന് അതിന് പഴയതുപോലെ ആ ഒരു ഉത്സാഹം തോന്നുന്നില്ല. അങ്ങനെയൊക്കെ മൂഡ് ഓഫായി. നമുക്കെല്ലാവർക്കും ഉണ്ട് അങ്ങനത്തെ ഒരു സ്വഭാവം. എന്നാൽ പെർസിവിയറൻസ്, പിടിച്ചു നിൽക്കാനുള്ള സ്ഥിരോത്സാഹം അഥവാ സഹിഷ്ണുത ഉണ്ടെങ്കിൽ ആരംഭിച്ചതിനെ തീർക്കാൻ കർത്താവ് സഹായിക്കും. ഇത് കർത്താവിനുണ്ട് ഈ ഗുണം. ഏത്? തുടങ്ങിയാൽ തീർക്കുന്ന സ്വഭാവം. ഫിലിപ്പ് ലേഖനം 1:6 അത് പറയുന്നുണ്ട്. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അവസാന നാളോളം അതിനെ തികയ്ക്കും എന്ന് മാത്രമല്ല, തൻ്റെ പേര് തന്നെ അതാണ്. പേരെന്താണ്? ആൽഫയും ഒമേഗയും, ബിഗിനിങ് ആൻഡ് എൻഡ് എന്ന് വെച്ചാൽ തുടങ്ങി വെച്ച് തീർക്കും എന്നാണ് അർത്ഥം. ആൽഫയും ഒമേഗയും. ഫീലിങ്സ് റൈസ് ആൻഡ് ഫോൾ, സർക്കംസ്റ്റൻസസ് ചേഞ്ച്, ബട്ട് കമ്മിറ്റ്മെൻറ്റ് റിമെയിൻസ് സ്റ്റഡി. നമ്മുടെ മൂഡ്, നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ ചിന്തകൾ എപ്പോഴും ചിലപ്പോൾ ഉയരും താഴും, ഫ്ലക്ച്വേഷൻസും എല്ലാം കാണും. വാ, സർക്കംസ്റ്റൻസസ് ചേഞ്ച്, സാഹചര്യങ്ങൾ മാറി മറിയും. എന്നാൽ പ്രതിബദ്ധത, അർപ്പണ മനോഭാവം, നമ്മുടെ കമ്മിറ്റ്മെൻറ്റ് അത് സ്ഥിരമായി നിൽക്കും. നമ്മുടെ ചിന്തകളെ പോലും മര്യാദക്ക് നിർത്തുന്നത് നമ്മളെടുക്കുന്ന ചില കഠിനമായ സമർപ്പണവും ചില അർപ്പണ മനോഭാവത്തോടെടുക്കുന്ന പ്രതിബദ്ധതയുമാണ്. അതുകൊണ്ട് എബ്രായ ലേഖനം 12:1 പറയുന്നു, ലെറ്റ്സ് റൺ വിത്ത് പെർസിവറൻസ് ദ റേസ് മാർക്ക്ഡ് ഔട്ട് ഫോർ അസ്. നമ്മുടെ മുൻപാകെ വെച്ചിരിക്കുന്ന ഓട്ടം എന്ന് ശരിക്കും അവിടെ പറഞ്ഞിരിക്കുന്നത് മാർക്ക്ഡ് ഔട്ട്. പണ്ട് കാലത്ത് ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ട്രാക്ക് ഉണ്ടാക്കുന്നത് ചോക്ക് പൗഡർ, ഞാനൊക്കെ ചെയ്തിട്ടുണ്ട്. ചോക്ക് പൗഡറിൻ്റെ പാക്കറ്റ്സ് ടീച്ചേഴ്സ്, ഈ PT ടീച്ചറൊക്കെ ഉണ്ടല്ലോ, സ്പോർട്സ് ടീച്ചറൊക്കെ കൊണ്ടുവന്ന് ചോക്ക് പൗഡറിൻ്റെ സ്പോർട്സ് ഡേയുടെ ദിവസം ചോക്ക് പൗഡറിൻ്റെ പാക്കറ്റ് തരും. എന്നിട്ട് എന്ത് ചെയ്യും, ഒരു കയറ് വലിച്ച് കെട്ടിയിട്ട് അതിലൂടെ ഈ ചോക്ക് പൗഡർ ഇങ്ങനെ ഇട്ടിട്ട് പോകുമ്പോഴാണ് 2 സൈഡിലിട്ട് കഴിയുമ്പോൾ ഒരു ട്രാക്ക്, അതിൽ വേണം ഓടാൻ. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, ലെറ്റ്സ് റൺ വിത്ത് പെർസിവിയറൻസ് ദ റേസ് മാർക്ക്ഡ് ഔട്ട് ഫോർ അസ്. നമ്മുടെ മുമ്പിൽ ഈ ട്രാക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ അതൊന്നുമല്ല, നല്ല റബ്ബറൈസ്ഡും ഒക്കെ ആയിട്ടുള്ള സൂപ്പർ സ്പോർട്സ് സ്റ്റേഡിയങ്ങളും ട്രാക്കുകളൊക്കെ ഭയങ്കര രസമുള്ള, അല്ലേ, ഓടിയ കാലിനൊന്നും പറ്റാത്ത രീതിയിലുള്ള സൂപ്പർ സാധനങ്ങളും പെർമനൻ്റായി മാർക്ക് ചെയ്തിരിക്കുന്ന ട്രാക്കുകളൊക്കെയാണ് ഇന്ന് പല സ്റ്റേഡിയങ്ങളിലും സ്കൂളുകളിലൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെ മുമ്പിൽ നമ്മുടെ ജീവിതം ഓടിത്തീർക്കാൻ, ഓട്ടം തികയ്ക്കുക, മുമ്പിലൊരു ട്രാക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്, അതിൽ മര്യാദക്ക് ഓടണം. ഗലാത്യ ലേഖനം 6:9 എഴുതി വെക്കുക, തളർന്നു പോകരുത്. 2 തെസ്സലോനിക്കർ 3:13 എഴുതി വെക്കുക, നെവർ ടയർ ഓഫ് ഡൂയിങ് വാട്ട് ഈസ് ഗുഡ്. നന്മ ചെയ്യുന്നതിൽ ഒരിക്കലും ക്ഷീണിച്ചു പോകരുത്, തളർന്നു പോകരുത്. ഫെയ്ത്ത്ഫുൾനെസ് ഈസ് മെഷേർഡ് ബൈ കൺസിസ്റ്റൻസി, നോട്ട് ബൈ ഇമോഷൻ. വിശ്വസ്തതയെ അളക്കുന്നത് വൈകാരിക നിലവാരം നോക്കിയിട്ടല്ല, സ്ഥിരത നോക്കിയിട്ടാണ്. ഈ സാധനം മാറും. നമ്പർ 3, എവ്രി ഡിലേ ഹാസ് എ ഡിവൈൻ പർപ്പസ്. ഓരോ പ്രാവശ്യവും പലതും വൈകുമ്പോൾ അതിന് പുറകിൽ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. സാത്താനായിട്ട് കൊണ്ടുവരുന്ന ചില ഡിലേസ് ഉണ്ട്, അത് വേറെ, അതിനെക്കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. ദൈവം ചിലത് നമുക്ക് വൈകിക്കുന്നതായി തോന്നും, നമുക്ക് തോന്നുകയാണ്. ദൈവത്തിന് കൃത്യസമയമുണ്ട്. വെയിറ്റിംഗ് സീസൺസ് ആർ നോട്ട് വേസ്റ്റഡ് സീസൺസ്. അതെല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്ത് കമൻറ്റ് സെക്ഷനിൽ ഇടുക. വെയിറ്റിംഗ് സീസൺസ് ആർ നോട്ട് വേസ്റ്റഡ് സീസൺസ്. കാത്തിരിക്കുന്ന കാലഘട്ടങ്ങൾ ഒന്നും പാഴാകുന്ന കാലഘട്ടങ്ങളല്ല. നമ്മൾ കുറേ നാൾ ഓരോ വാഗ്ദത്തങ്ങൾ നിറവേറാൻ വേണ്ടി കാത്തിരിക്കുവാണെങ്കിൽ അതൊന്നും പാഴായി പോവില്ല. God often uses delays to deepen our faith, refine our motives, strengthen our character, and prepare us for a greater responsibility. പലപ്പോഴും ദൈവം ചില കാര്യങ്ങൾക്ക് കാലവിളംബം വരുത്തുന്നത്, താമസം വരുത്തുന്നത് ചില ഉദ്ദേശങ്ങൾക്ക് വേണ്ടി. അതിനെക്കുറിച്ച് തന്നെ ഞാൻ മെസ്സേജുകൾ പറഞ്ഞിട്ടുണ്ട്. വൈ വി ഹാവ് ടു വെയിറ്റ്, എന്തിന് കാത്തിരിക്കണം? അതിൽ ഒന്ന്, നമ്മുടെ വിശ്വാസത്തെ ആഴമുള്ളതാക്കി തീർക്കാൻ, നമ്മുടെ ഉദ്ദേശങ്ങളൊക്കെ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്ത് ഒന്നുകൂടി ശുദ്ധി വരുത്താൻ, അതുപോലെ നമ്മുടെ ക്യാരക്ടർ ബിൽഡ് ചെയ്യാൻ,
വലിയ ഉത്തരവാദിത്ത ബോധം നമ്മിൽ ഡെവലപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് ഒരല്പം ചില കാര്യങ്ങൾ വൈകിപ്പിക്കുന്നത്. എബ്രായ ലേഖനം 6:12 ത്രൂ ഫെയ്ത്ത് ആൻഡ് പേഷ്യൻസ് ഇൻഹെറിറ്റ് വാട്ട് ഹാസ് ബീൻ പ്രോമിസ്ഡ്. ദൈവം വാഗ്ദത്തം ചെയ്തത് സ്വീകരിക്കുവാനായി വിശ്വാസവും ദീർഘക്ഷമയും ആവശ്യമാണ്. ഒന്ന് വിശ്വാസം വേണം, വിശ്വാസം വിട്ടു പോകരുത് ഇതിനിടയ്ക്ക്. കൂടാതെ വലിയ ദീർഘക്ഷമയും നമുക്ക് ആവശ്യമാണ്. ഐസിയ 64:4, ഏശയ്യാവിൻ്റെ പുസ്തകം 64:4, ഗോഡ് ആക്ട്സ് ഓൺ ബിഹാഫ് ഓഫ് ദോസ് ഹൂ വെയിറ്റ് ഫോർ ഹിം. യഹോവ തനിക്കായി കാത്തിരിക്കുന്നവർക്കായി പ്രവർത്തിക്കുന്നവരാണ്. ഒന്നുകൂടി പറയാം, ദൈവം തനിക്കായി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിച്ചിരിക്കും. എപ്പോൾ? തക്ക സമയത്ത്, ദൈവത്തിൻ്റെ സമയത്ത്. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 25-26 വചനങ്ങൾ വായിക്കുന്ന ദ ലോർഡ് ഈസ് ഗുഡ് ടു ദോസ് ഹൂസ് ഹോപ്പ് ഈസ് ഇൻ ഹിം. ദൈവത്തിൽ പ്രത്യാശ വച്ചിരിക്കുന്ന എല്ലാവർക്കും അവൻ നല്ലവനാകുന്നു. ചോദ്യം, നിങ്ങളുടെ പ്രത്യാശ എവിടെയാണ്? ഭർത്താവിലാണോ, ഭാര്യയിലാണോ, മക്കളിലാണോ, അമ്മായപ്പനിലാണോ, അമ്മായമ്മയിലാണോ, രാഷ്ട്രീയക്കാരിലാണോ, ഭരണാധിപന്മാരിലാണോ? ആരിലാണ് നിങ്ങൾക്ക് പ്രതീക്ഷയുള്ളത്? മനുഷ്യരിൽ പ്രത്യാശ വച്ചാൽ ഒരു ദിവസം നിരാശപ്പെടേണ്ടി വരും. പ്രത്യാശ നിരാശയായി മാറും. എന്നാൽ ദൈവത്തിൽ പ്രത്യാശയുള്ളവരെ നിങ്ങൾ ധൈര്യപ്പെട്ടിരിപ്പിൻ, അവൻ നിങ്ങളുടെ മുഖപ്രകാശ രക്ഷയും ഒക്കെ അല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നു. ഗോഡ്സ് ടൈമിംഗ് ഈസ് പാർട്ട് ഓഫ് ഗോഡ്സ് പ്രോമിസ്. ദൈവിക വാഗ്ദത്തങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്ന പാക്കേജിൽ തന്നെയുള്ള ഒന്നാണ് ദൈവത്തിൻ്റെ സമയം, ദൈവം നിശ്ചയിച്ച സമയം. അതിനെ നമ്മൾ കൈറോസ് ടൈം എന്നാണ് പറയുന്നത്. വാച്ചിൽ നോക്കി പറയുന്നത് ക്രോണോസ് ടൈമാണ്. എന്നാൽ ദൈവത്തിൻ്റെ അപ്പോയിൻറ്റഡ് ടൈം, ഇതാകുന്നു സുപ്രസാദകാലം, ഇതാകുന്നു രക്ഷാദിവസം എന്ന് പറയുന്നത് ദൈവം നിശ്ചയിച്ച സമയത്തെ കൈറോസ് ടൈം എന്നാണ് നമ്മൾ പറയുന്നത്. നമ്പർ 4, പെർസിവിയറൻസ് ഓൾവേസ് ഹാസ് എ റിവാർഡ്. എപ്പോഴും നമ്മൾ ഓർക്കേണ്ടത്, സ്ഥിരോത്സാഹം കാണിച്ചാൽ, സഹിഷ്ണുത കാണിച്ചാൽ, ക്ഷമിച്ചു നിന്നാൽ അതിന് എല്ലായ്പ്പോഴും ഒരു പ്രതിഫലം ദൈവം വെച്ചിട്ടുണ്ട്. നമ്മൾ വായിച്ച ഭാഗത്ത് ആ വചനം, ഇറ്റ് അഷ്യൂർസ് ദാറ്റ് ആഫ്റ്റർ പെർസിവിയറൻസ് കംസ് ദ ഫുൾഫിൽമെൻറ്റ് ഓഫ് ഗോഡ്സ് പ്രോമിസ്. നിശ്ചയിച്ച കാലം വരെ നാം പിടിച്ചു നിന്നാൽ, പിന്മാറ്റത്തിൽ പോകാതെ, പിറുപിറുക്കാതെ, മടുത്തു പോകാതെ, പ്രാർത്ഥന നിർത്തിക്കളയാതെ, കാത്ത് ഇരുന്ന് അവിടെ വരെ എത്തിയാൽ അതിൻ്റെ അർത്ഥം ദൈവിക വാഗ്ദത്തം നിറവേറി കാണും എന്നാണ്. അങ്ങനെ കാത്തിരിക്കാൻ നമുക്ക് സാധിച്ചാൽ, നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ, എവറി ആക്ട് ഓഫ് ഒബീഡിയൻസ്, നമ്മുടെ അനുസരണം, എവറി ആക്ട് ഓഫ് സാക്രിഫൈസ്, നമ്മുടെ ത്യാഗങ്ങൾ, എവറി ഫെയ്ത്ത്ഫുൾ സ്റ്റെപ്പ്, വിശ്വസ്തയോടെ നമ്മളെടുക്കുന്ന ചുവടുകൾ, ഇതെല്ലാം ദൈവത്തിന് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ മോർണിംഗ് ഗ്ലോറി കാണുന്ന ആരും മടുത്തിട്ടിട്ട് പോകരുത്, വിശ്വാസത്തിൽ നിന്ന് പിന്മാറിപ്പോകരുത്, പ്രാർത്ഥന നിർത്തിക്കളയരുത്. കുറേ നാൾ കഴിയുമ്പോൾ മടുപ്പ് വരാം, മനുഷ്യരാണ്. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുത്തു പോകാതിരിക്കാൻ വിരോധികളാൽ ഇങ്ങനെ കഷ്ടം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. അപ്പോൾ അങ്ങനെ വന്നാൽ ഉടൻ തന്നെ ക്രൂശ് എടുത്തുകൊണ്ട് പോയ യേശുവിനെ ധ്യാനിക്കണം. ഗോഡ് നെവർ ഫോർഗെറ്റ്സ് സ്റ്റെഡ്ഫാസ്റ്റ് ഒബീഡിയൻസ്. സ്ഥിരതയോടെ ദൈവത്തെ അനുസരിക്കുന്ന ആരെയും ദൈവം മറന്നു കളയുകയില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞത്, സ്ഥിരതയോടെ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരെ ദൈവം ഒരിക്കലും മറന്നു കളയില്ല. അത്യല്പം ചെറിയ കാര്യങ്ങളിൽ പോലും വിശ്വസ്ത കാണിക്കണം. ഉദാഹരണത്തിന്, ഞായറാഴ്ചകളിൽ ഒരു കൂട്ടായ്മയിൽ പോയി ആരാധിക്കുക. അല്ലാതെയും പറ്റുമെന്ന്. എപ്പോൾ എന്ന് വെച്ചാൽ ഓൺലൈൻ കണ്ടാൽ പോരെ, എവിടെയെങ്കിലും വീട്ടിലിരുന്നാൽ പോരെ, ഡ്രസ്സ് മാറണ്ട, ഒന്നും ചെയ്യണ്ട, വീട്ടിലിരുന്നുകൊണ്ട് കുറേ നേരം കണ്ട് കുറച്ച് നേരം ഉറങ്ങി, കുറച്ച് നേരം മാറ്റി, ആരാധനയ്ക്ക് ഇവിടെ പോയി പല വീഡിയോ കൊണ്ട് ഉച്ചയായി എന്നാൽ ഭക്ഷണം എടുക്കുക, എന്നാൽ ഭക്ഷണം കഴിക്കും, ഓക്കെ, ആരാധന കൂടിയെന്ന് വരുത്തി. പക്ഷെ ദൈവത്തെ ഒരുപക്ഷെ കബളിപ്പിച്ചതുപോലെ ആയിരിക്കും ദൈവം കാണുന്നത്. ഇവിടെ നോക്ക്, പത്മോസിലാണെങ്കിൽ ഓൺലൈനിൽ ഇരുന്ന് ആരാധിച്ചാലും മതി എന്ന് വെച്ചാൽ, പത്മോസ് പോലെ വേറെ സ്വാതന്ത്ര്യമില്ലാത്ത ഒരു പ്രത്യേക അവസ്ഥയിൽ ഒരു ദ്വീപിൽ പെട്ടുപോയാൽ
ഒറ്റയ്ക്കിരുന്ന് ആരാധിക്കുക, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ സാഹചര്യമുള്ള എല്ലാവരും ഒരു കൂട്ടായ്മയിൽ വന്ന് ദൈവത്തെ ആരാധിക്കുക. ഇതൊക്കെ ദൈവം നോക്കുന്നേ. വർഷങ്ങൾ ചുമകളല്ലേ. യാക്കോബിൻ്റെ ലേഖനം 1:12, ബ്ലെസ്ഡ് ഈസ് ദ വൺ ഹൂ പെർസിവിയേഴ്സ് അണ്ടർ ട്രയൽ. കഷ്ടത സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അങ്ങനെ എന്താണ് മലയാളത്തിൽ കാണുന്നത്. പക്ഷെ ഇവിടെ പറയുന്നത് പരിശോധനകളിലൂടെ പോകുമ്പോൾ, കഷ്ടതയിലൂടെ പോകുമ്പോൾ, പരീക്ഷണങ്ങളിലൂടെ പോകുമ്പോൾ പിടിച്ചു നിൽക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. വെളിപാട് പുസ്തകം 2:10, ബി ഫെയ്ത്ത്ഫുൾ ഈവൻ ടു ദ പോയിന്റ് ഓഫ് ഡെത്ത് ആൻഡ് ഐ വിൽ ഗിവ് യു ലൈഫ് ആസ് യുവർ വിക്ടേഴ്സ് ക്രൗൺ. മരണപര്യന്തം വിശ്വസ്തനായിരുന്നാൽ നിനക്ക് ജീവകിരീടം തരാം, അല്ലെങ്കിൽ ജയാളിയുടെ കിരീടം തരാം. മരണപര്യന്തം വിശ്വസ്തരായിരിക്കാനാണ് പറഞ്ഞത്, ഇടയ്ക്ക് വെച്ചിട്ട് ഇട്ടിട്ട് പോകാതെ. 1 കൊരിന്ത്യർ 15:58, യുവർ ലേബർ ഇൻ ദ ലോർഡ് ഈസ് നോട്ട് ഇൻ വെയിൻ. കർത്താവിൽ നിങ്ങളുടെ അധ്വാനം ഒന്നും പാഴല്ല. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. എല്ലാവരും ഒന്ന് കൈനീട്ടിയേ. കർത്താവേ, ഇന്ന് ഞങ്ങൾ കേട്ട ഈ വചനം പോലെ എല്ലാറ്റിലും ഏത് പ്രക്രിയയിലും പിടിച്ചു നിൽക്കാൻ ആവശ്യമായ കൃപ എല്ലാവരിലും കർത്താവെ നീ പകരുന്നതിനായി നന്ദി പറയുന്നു. രോഗികൾക്ക് വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. രാത്രികളിൽ രാത്രി വലിയ ബുദ്ധിമുട്ടുകൾ ശരീരത്തിൽ അനുഭവിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ അതിൽ നിന്ന് പുറത്തു വരട്ടെ. ദുസ്വപ്നങ്ങൾ കാണുന്നവർ അതിൽ നിന്ന് പുറത്തു വരട്ടെ. മാനസികമായ വലിയ ഒരുതരം വിഷണ്ണ മനസ്സുപോലെ വന്നിട്ട് അതിൽ നിന്ന് പുറത്തു വരാൻ കഴിയാത്തവർ യേശുവിൻ്റെ നാമത്തിൽ പുറത്തു വരട്ടെ. സന്തോഷം അകത്തുണ്ടാകട്ടെ, സമാധാനം അകത്തുണ്ടാകട്ടെ, ഉത്സാഹം, ആനന്ദം പരിശുദ്ധാത്മാവിൽ നിന്നും അകത്തുണ്ടാകട്ടെ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ എത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇതിൽ നിന്നൊക്കെ പുറത്തു വരാം. പരിശുദ്ധാത്മാവിനെ കയറി പിടിച്ചാൽ മതി. അനുഗ്രഹിക്കുന്ന കർത്താവേ, മറ്റ് പല ആവശ്യങ്ങൾ കാണും, കൈനീട്ടി പിടിക്കുക. നിങ്ങളിപ്പോൾ യേശുവിനോട്, എന്നോടല്ല, യേശുവിനോട് നിങ്ങളുടെ ആവശ്യങ്ങൾ പറയുക. കർത്താവേ, ഇവരോട് ചേർന്ന് അവരുടെ ആവശ്യങ്ങളോട് ചേർന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ വിടുതലുകൾ ലഭിക്കട്ടെ. ചിലർക്ക് ചില പ്രൊമോഷനുകൾ, ഇൻക്രിമെൻറ്റും ഒക്കെ ലഭിക്കട്ടെ. വിവാഹം നടക്കേണ്ടവർക്കായി, കുഞ്ഞുങ്ങളുണ്ടാകേണ്ടവർക്കായി ഒക്കെ പ്രാർത്ഥിക്കുന്നു. ഭവനം വേണ്ടവർക്കായി, വാഹനങ്ങൾ വേണ്ടവർക്കായി, വിദേശയാത്രകൾക്കായി ഒക്കെയും പ്രാർത്ഥിച്ചപ്പോൾ അനുഗ്രഹിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. എനിക്കറിയാം നിങ്ങൾക്ക് പല പ്രാർത്ഥന വിഷയങ്ങൾ കാണും. പ്രയർ ലൈൻ നമ്പറിൽ വിളിക്കാം. കൂടാതെ നിങ്ങൾക്ക് ബ്ലെസ്സിങ് ടുഡേ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജുകൾ അയക്കാം. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നാളെ വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ.